മീഷോന്ന് കുറച്ചധികം പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇതുപോലത്തെ ഒരു കട്ടിംഗ് മേറ്റ് ആയിരുന്നു കേട്ടോ, A4 സൈസിലുള്ള 172 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. സംഭവം കൊള്ളായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചത് ഗ്ലൂ ഗൺ ആയിരുന്നു. എനിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. എൻ്റെ കയ്യിലുള്ളതെല്ലാം കംപ്ലൈൻ്റ് ആയി. ഇത് 20 വോൾട്ടിൻ്റെ ആണ് കേട്ടോ. പിന്നെ അതിനകത്ത് 10 ഗ്ലൂ സ്റ്റിക്കും കൂടെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 198 ആയിരുന്നു. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ്, ഇത് ഒരുപാട് കടയിൽ ചോദിച്ചെങ്കിലും ഈ ഒരു ടൈപ്പ് കിട്ടാനില്ലായിരുന്നു. പിന്നെ അവസാനം മീഷോ ശരണം എന്ന് എഴുതി മേടിച്ചതായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 123 ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു കട്ടിംഗ് നീഫായിരുന്നു, നമ്മുടെ പെൻ സൈസിൽ വരുന്നത്. അതിനകത്ത് 5 ബ്ലേഡ് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ 127 ആയിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ കുറേ നാളായിട്ട് ക്ലേ മേടിച്ച് വെച്ചിരുന്നപ്പോൾ തൊട്ട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ്, പക്ഷേ ഇപ്പോഴാണ് പറ്റിയത്. ഇത് ഫോണ്ടൻ കേക്കൊക്കെ ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന സംഭവം തോന്നുന്നു. ഒരെണ്ണം ഡാമേജ് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കിയെല്ലാം അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് പൊടിയൊക്കെ അടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടുള്ള വർക്കൊക്കെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഞാൻ പറയും കേട്ടോ, മസ്റ്റ് ട്രൈ ആണോ അല്ലേന്ന്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഓർഗനൈസേഴ്സ് ആണ്. ഒരു അഞ്ച് സെറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ക്രാഫ്റ്റിൻ്റെ ആയാലും പിന്നെ നമ്മുടെ കുറച്ച് കമ്മൽ മാല അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതുപോലത്തെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 199 റുപ്പീസിന് 5 മീഷോന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ ഇതുപോലത്തെ A4 പേപ്പർ കട്ടർ, നമ്മുടെ സാധാരണ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഫിനിഷിൽ ഇതിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. സംഭവം പ്ലാസ്റ്റിക് ആണ്. അഡീഷണൽ ബ്ലേഡ്സ് കൂടെ ഇതിനകത്ത് അവൈലബിൾ ആയിരുന്നു. സംഭവം കൊള്ളായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.